ഹലോ, വെൽക്കം ടു സ്പൈസ്ജെനിക്സ്. ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പാൻകേക്ക് ഉണ്ടാക്കിയാലോ? റാഗി ബനാന പാൻകേക്ക്. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് കഴിക്കാനായിട്ട്. നല്ല ഈസിയുമാണ്. ഒരു 10 മിനിറ്റിനുള്ളിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 1 കപ്പ് റാഗി ഫ്ലോർ എടുക്കാം, അതായത് കൂരക് പൊടിച്ചത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ റാഗി ഫ്ലോർ ആണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ബേക്കിംഗ് പൗഡർ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ സിന്നമൺ പൗഡർ. പഴം ചേർക്കുമ്പോൾ സിന്നമൺ പൗഡർ ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ അതിന്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ, ഇത് ഏതെങ്കിലും ഒന്ന് ചേർക്കുക. പിന്നെ റൂം ടെമ്പറേച്ചറിൽ ഒരു മുട്ടയും നന്നായിട്ട് പഴുത്ത ഒരു പഴവും, ഞാനിപ്പോൾ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുക. ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ ഞാൻ കട്ട കെട്ടാതെ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ബാറ്റർ ഇപ്പം റെഡിയായി. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ വെച്ച് ചൂടാക്കാം. പാന് അങ്ങ് ഓവർ ഹീറ്റ് ആവാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒഴിക്കുന്ന ബാറ്റർ കട്ട കെട്ടാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഞാനിവിടെ നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് ബട്ടർ തടവുന്നില്ല. ഇപ്പം നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് വേണം ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ. ബാറ്റർ ഒഴിച്ചിട്ട് ദോശയൊക്കെ പരത്തുന്ന പോലെ പരത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒഴിച്ചാൽ മാത്രം മതി കേട്ടോ. പിന്നെ ഒരു 1 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കും എന്താ ഇതേപോലെ ബബിൾസ് വന്നു തുടങ്ങും. ഈ ബബിൾസ് വന്നു കഴിയുമ്പോൾ നമുക്കിത് മെല്ലെ ഇതിൻ്റെ ചുറ്റിലും നമുക്ക് ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ മുറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് പതുക്കെ ഈ 4 സൈഡിലും ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് തിരിച്ചിടാം. കണ്ടില്ലേ, നല്ല ബ്യൂട്ടിഫുൾ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു 30 സെക്കൻഡ് കൂടി വെച്ചാൽ മതി കേട്ടോ. ഇതായിപ്പോൾ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. മറ്റേ സൈഡും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത്രയുള്ള നമ്മുടെ പാൻ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു അളവിൽ നിന്ന് 9 പാൻ കേക്ക്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഈ സ്പൂണിന്റെ അളവിനനുസരിച്ചിട്ട് 1-2 എണ്ണം കൂടിയോ കുറഞ്ഞൊക്കെ ഇരിക്കും. ഇത് നമുക്ക് തേന്, ന്യൂട്ടല്ല, ജാം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇത് ഒന്നും ഇല്ലെങ്കിലും ഇതേപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റും മധുരവുമാണ്. കാരണം നമ്മൾ പഴവും പഞ്ചസാരയൊക്കെ ചേർത്തിട്ടില്ലേ, ഓൾറെഡി അതിൻ്റെ മധുരം ഉണ്ട്. നല്ല ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഹെൽത്തി പാൻ കേക്ക് റെഡി.